ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. പതിവ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ എന്നാലും ഇന്നൊരു ചെറിയ ഒരു യാത്രയും വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. പുട്ടെന്ന് പറയുമ്പോൾ അരിപ്പുട്ടല്ല, ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ടാണ്. ഈ ഗോതമ്പ് ഭയങ്കര സ്പെഷ്യലാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പുട്ടൊക്കെ സ്റ്റീം പുട്ടുപൊടി വെച്ചിട്ട് അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ഗോതമ്പിലും ഇപ്പോൾ സ്റ്റീം ചെയ്തെടുക്കണ ഗോതമ്പ് പൊടിയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ അടുത്തിടെയാണ് ഞാനതൊന്ന് ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റാട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഗോതമ്പിൻ്റെ സ്റ്റീം പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, ഗോതമ്പിൻ്റെ തന്നെ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, പിന്നെ ഹെൽത്തി ആണല്ലോ അത്. പിന്നെ ഞാൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് ചിക്കൻ മസാലയൊക്കെ തേച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ വന്നിട്ട് അതെടുത്ത് നമ്മളൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ചിക്കൻ ഒന്ന് ഹാഫ് കുക്കാക്കി എടുക്കും. എന്നിട്ടാണ് ഞാനത് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ചിക്കൻ കറിക്ക് നല്ല ആ ചിക്കൻ്റെ പീസസിനൊക്കെ നല്ല മസാലയൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നാട്ടിലെ പൂച്ചകളൊക്കെ അവിടെ വരും കേട്ടോ. കാരണം ഞാനിവിടെ ഇത് നിങ്ങൾ കണ്ടില്ലേ, കിച്ചണിൽ മൊത്തം ഇങ്ങനെ ഗ്രില്ലിട്ടത് കൊണ്ട് പുറത്തേക്കൊക്കെ സ്മെല്ല് ഇങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് പൂച്ചകളൊക്കെ ഇങ്ങനെ വരും. ഒരു ഫിഷ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യെടുത്താൽ പോലും പൂച്ചകൾ അവിടേക്ക് ഇറങ്ങി വന്നിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. നല്ല രസമാട്ടോ ഈ പൂച്ചകൾ, നല്ല സ്നേഹമുള്ള പൂച്ചകൾ. നമ്മളങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക, അല്ലാണ്ട് ഇങ്ങനെ കട്ടെടുത്ത് തിന്നണ പരിപാടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കുഞ്ഞി പൂച്ചകൾ കണ്ടാൽ എന്ത് സുന്ദരന്മാരാണ്. പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടോ. ഇവർക്കൊക്കെ ഇങ്ങനെ ടി വിയുടെ മുമ്പിലും ഫോണിൻ്റെ മുമ്പിലൊക്കെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ മുന്നിലേക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഞാൻ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഞാനും കഴിക്കാമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഗോതമ്പ് പുട്ടുപൊടി. നല്ല ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ നുണ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ആശീർവാദിൻ്റെ പൊടിയൊക്കെ, ഇവിടെയൊക്കെ പണ്ട് ആശീർവാദിൻ്റെ പൊടി മേടിച്ചിട്ട് അതുകൊണ്ടായിരുന്നു പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് വെച്ചുണ്ടാക്കുമ്പോൾ പുട്ട് നന്നായിട്ട് കട്ട പിടിക്കും. അത് പൊടിച്ച് നല്ല പുട്ടിൻ്റെ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈ പൊടി ഞാൻ മേടിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ അത്യാവശ്യം പണികളൊക്കെ ഒതുക്കി കേട്ടോ. പിന്നെ എൻ്റെ ഡെയിലി റുട്ടീനിൽപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഇടയ്ക്ക് ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഇത് നമ്മൾ ഡെയിലി നമ്മുടെ ഒരു റുട്ടീനായിട്ട് നമ്മൾ കൊണ്ടുവന്ന് നടക്കണം, എന്നാലാട്ടോ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ പരീക്ഷിച്ച് എനിക്ക് റിസൾട്ട് കിട്ടുന്ന, എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് റാഗിയാണ്, പൊടിപ്പിച്ച റാഗി ഞാൻ മേടിച്ചു. അപ്പോൾ അത് വെച്ചിട്ടുള്ള പരിപാടിയാണ്. റാഗി മാത്രമല്ല, വേറെ കുറച്ച് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ റാഗി പൊടിക്കാത്തത് മേടിക്കും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊടിപ്പിച്ചെടുക്കാനും പൊടിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കത് വറുത്തെടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പാക്കറ്റിലുള്ള റാഗിപ്പൊടി മേടിച്ചത്. അപ്പം ഞാൻ സാധാരണ പച്ചപ്പാൽ. അപ്പോൾ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നുകാർക്ക് തിളപ്പിച്ച പാലോ തൈരോ ഒന്നും സ്കിന്നിൽ തേക്കാൻ പാടില്ല കേട്ടോ. എൻ്റെ സ്കിന്നും ഇതുപോലെ ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഞാൻ പലതും ട്രൈ ചെയ്യാറുണ്ട്. അവസാനം ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കാറ്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ പാലിലേക്ക് റാഗി പൗഡർ, പിന്നെ ഓറഞ്ചിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തോല് ഉണക്കി പൊടിച്ചതാട്ടോ. അത് ഞാൻ സ്വന്തം ഇവിടെ ഉണക്കി പൊടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ ബദാം പരിപ്പ് പൊടിച്ചത്,
പിന്നെ മഞ്ചിഷ്ട ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചതാട്ടോ. അതും പിന്നെ കറ്റാർ വാഴ, അത് ഒറിജിനൽ കറ്റാർ വാഴയുടെ നീരാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതും ചേർത്ത് പിന്നെ ലേശം പഞ്ചസാരയും ഇട്ടിട്ട് മിക്സ് ചെയ്യും. പഞ്ചസാര ഇടുന്നത് സ്ക്രബ്ബറിന് പകരമായിട്ട് യൂസ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാനൊരു പാക്ക് ആദ്യം ഞാൻ ഫേസിലിടും. അപ്പം ഞാൻ ഇത് പതിവായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ സ്കിന്നിലുള്ള കുരുക്കളും പാടുകളും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് സ്കിന്നൊന്ന് ക്ലീനായി വരും കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വേഗം ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊന്ന് ഒരു ചെറിയൊരു യാത്ര ഉണ്ടായിരുന്നു, വേറെ എങ്ങോട്ടുമല്ല, കൊച്ചി ലുലുമാളിലേക്കായിരുന്നു. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ നാട്ടിൻപുറത്തൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ടൗണിലേക്കൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ലുലുമാളിലൊക്കെ അവിടെ കുറേ ഷോപ്പുകളുണ്ട്, കുറേ ആളുകളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ ഒരു ലോകമാണല്ലോ. അപ്പോൾ അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ താഴെയാട്ടോ നിൽക്കുന്നത്. അങ്ങനെ ലുലുമാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെ ആണല്ലോ വരുന്നത്, അപ്പോൾ അവിടെ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞങ്ങളന്ന് പോയ അന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ എന്തോ ഫാഷൻ ഷോയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ഞങ്ങളൊരു വാച്ച് ഷോപ്പിലാട്ടോ കയറി. അവിടെ കുട്ടികളുടെ വാച്ച് ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വാച്ചുകളൊക്കെ കണ്ടിട്ടോ, നല്ല വെറൈറ്റീസ് ഓഫ് വാച്ചുകൾ, നല്ല റേറ്റും ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. ലേഡീസിനും ജെൻസിനൊക്കെ പറ്റിയ നല്ല നല്ല കളക്ഷൻസ് ആയിരുന്നു. പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ ക്രിസ്മസ് ഒക്കെ വരുന്നത് കൊണ്ട് അവിടെ വെറൈറ്റീസ് ഓഫ് ക്രിസ്മസ് ട്രീസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് തിരിച്ചിങ്ങനെ വരുമ്പോഴാണ് ഒരു അടിപൊളി ഷോപ്പ് കണ്ടത് കേട്ടോ, പെറ്റ് ഫാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല അടിപൊളി ബേഡ്സുകളാണ്, പല പല കൺട്രീസുകൾ, അതായത് തായ്ലൻഡ്, മലേഷ്യ, റഷ്യ, അവിടെ നിന്നൊക്കെ വരുന്ന ബേഡ്സുകളാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല കളർഫുൾ ആയിട്ടുള്ള ബേഡ്സുകൾ. അപ്പോൾ നല്ല അത്യാവശ്യം റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് വരാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.